മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി ആരോഗ്യവകുപ്പ് രംഗത്ത് വന്നു. മലപ്പുറം ജില്ലയിൽ ഉടനീളം മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. കണ്ടെയ്ൻമെൻറ് സോണുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം മാസ്ക് ധരിക്കണം. സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കില്ല. ആളുകൾ കൂട്ടം കൂടുന്ന പരിപാടികൾ സംഘടിപ്പിക്കാൻ അനുവദിക്കില്ല. നബിദിനം ആഘോഷങ്ങൾ മാറ്റിവെക്കണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പനിയുള്ളവരെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ച് ഫീവർ സർവേ നടത്താൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടുണ്ട്. ഇന്നു മുതൽ അത്തരമൊരു സർവേ ആരംഭിക്കും. നിപ്പ സ്ഥിരീകരിച്ച പ്രദേശത്തിന് 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള വാർഡുകളിലാണ് ഈ നിപ്പ സർവേ നടത്തുന്നത്. നമുക്കൊപ്പം വിപിൻ സി വിജയൻ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, യഥാർത്ഥത്തിൽ കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ മാത്രമാണോ മിക്ക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നത്, അതോ മലപ്പുറം ജില്ലയിൽ ഉടനീളം നിയന്ത്രണങ്ങളുണ്ടോ? ഇപ്പോൾ ഈ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുള്ള 5 വാർഡുകളിലാണ് പ്രത്യേക നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഇത് പ്രധാനമായും പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടുള്ളതല്ല. മറ്റൊന്നുള്ളത്, വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ വൈകിട്ട് 7 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുകയുള്ളൂ. ഇതിൽ നിന്ന് പാൽ, പത്രം, പച്ചക്കറി എന്നിവയ്ക്ക് രാവിലെ 6 മുതൽ പ്രവർത്തിക്കാം എന്നുള്ള ഇളവുമുണ്ട്. മെഡിക്കൽ സ്റ്റോറുകൾക്കും ഈ നിയന്ത്രണം ബാധകമല്ല. മറ്റൊന്നുള്ളത്, സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ പാടില്ല. സ്കൂൾ, കോളേജുകൾ, മദ്രസകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയും പ്രവർത്തിക്കാൻ ഈ 5 കണ്ടെയ്ൻമെന്റ് സോണുകളിൽ പാടില്ല. മലപ്പുറം ജില്ലയിൽ പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. ഇവിടെ പൊതുജനങ്ങൾ കൂട്ടം കൂടുന്നത് പരമാവധി ജില്ലയിൽ ഒഴിവാക്കണം. പുറത്തിറങ്ങുന്ന സമയത്തും യാത്രകളിലും മറ്റ് കൂടിച്ചേരുന്ന സമയത്തും ഒക്കെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് ധരിക്കണം എന്നുള്ളത് നിർബന്ധമാക്കിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ അധ്യാപകരും സ്കൂളിന്റെ പ്രവൃത്തി സമയത്ത് നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കണം. കല്യാണം, മരണം, മറ്റ് കാര്യങ്ങളിലൊക്കെ കൂടിച്ചേരലുകൾ പരമാവധി കുറയ്ക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണമെന്നുള്ള കർശന നിർദ്ദേശവും വന്നിട്ടുണ്ട്. പനി മുതലായ രോഗലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് സ്വയം ചികിത്സ ഒരിക്കലും പാടില്ല. അത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടി മാത്രമായിരിക്കണം എന്നുള്ളതുമുണ്ട്. പക്ഷി, വവ്വാലുകൾ, മറ്റ് ജീവികൾ കടിച്ചിട്ടുള്ള പഴങ്ങളൊക്കെ നിലത്ത് വീണ് കിടക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് കഴിക്കരുത്. അവ നന്നായി കഴുകിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന പക്ഷം ഡോക്ടറുടെ ഉപദേശം തേടി മാത്രം മുന്നോട്ട് പോകണം എന്നുള്ളതുമാണ് ഇപ്പോൾ ഈ നിയന്ത്രണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് പാലിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ള നിർദ്ദേശവും കലക്ടറുടെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ ഈ 5 കണ്ടെയ്ൻമെന്റ് സോണുകളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഫീവർ സർവേ തിരുവാലി പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. എന്തായാലും വളരെ ഈ കണ്ടെയ്ൻമെൻറ് സോണിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ മാസ്ക് ധരിക്കണമെന്ന കാര്യത്തിൽ നിർബന്ധമുണ്ടായിട്ടുണ്ട്. കാരണം നിപ വൈറസ് അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരാൻ സാധ്യത ഒഴിവാക്കുന്ന സാഹചര്യം നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. ആരോഗ്യവകുപ്പ് കർശനമായ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറയുന്ന സ്ഥലത്ത് തിയേറ്ററുകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ മാസ്ക് നിർബന്ധമാക്കി കഴിഞ്ഞു. അതുപോലെ നബിദിനാഘോഷങ്ങൾ മാറ്റിവെക്കാനും മലപ്പുറം ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന വാർത്ത വരുന്നുണ്ട്. എന്തായാലും ഈ കണ്ടെയ്ൻമെൻറ് സോണിൽ മാത്രമാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പനിബാധിതരെ കണ്ടെത്താനുള്ള സർവേ ഇന്ന് നടക്കുമെന്ന് അറിയുന്നു. പ്രത്യേകിച്ച് ഈ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള വാർഡുകളിൽ മാത്രമായിട്ട് ഇപ്പോൾ ഈ ഫീവർ സർവേ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ വിപിൻ സി വിജയൻ നൽകും. വിപിൻ, മറ്റെന്തെങ്കിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇപ്പോൾ നിലവിൽ ഈ നിയന്ത്രണങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടെയ്ൻമെന്റ് സോണുകൾ പരമാവധി നിയന്ത്രണത്തിലേക്കാക്കുക എന്നുള്ളതാണ്. കാരണം ഈ കോണ്ടാക്ട് ട്രേസിംഗ് എന്നുള്ളത് അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരൊക്കെയായിട്ടാണ് ഈ മരണപ്പെട്ട ആൾ ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കോണ്ടാക്ട് ട്രേസിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. 151 പേരുടെ ഒരു വിവരമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം വൈകുന്നേരങ്ങളിലൊക്കെ ഇദ്ദേഹം സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തു പോയിട്ടുണ്ടെന്നുള്ള വിവരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഈ മരണം സംഭവിക്കുക കൂടി ചെയ്തതുകൊണ്ട് കൃത്യമായി ആ വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇത് സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഈ ഒരു കോണ്ടാക്ട് ട്രേസിംഗ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വന്നതിന് ശേഷമായിരിക്കും റൂട്ട് മാപ്പ് ഉൾപ്പെടെയുള്ളതിലേക്ക് പോവുക. 4 ആശുപത്രികളിലാണ് ഇദ്ദേഹം ചികിത്സ തേടിയിരിക്കുന്നത്. ഈ 4 ആശുപത്രികളിലെയും അവിടുത്തെ ജീവനക്കാരെ അടക്കം ഉൾപ്പെടുത്തിയാണ് ഈ 151 എന്നുള്ള ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ ക്വാറന്റൈനിലാക്കിയിട്ടുണ്ട്. ഇതിൽ 5 പേർക്കാണ് നിപ രോഗലക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസം
ദിവസം കണ്ടിരുന്നത്. ഇതിൽ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവരെയും നിപ്പയുടെ പരിശോധനാ പരിധിയിലേക്ക് കൊണ്ടുവരും. അതിന്റെ സാമ്പിളുകൾ ആരോഗ്യവകുപ്പ് ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 5 കണ്ടെയ്ൻമെന്റ് സോണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നതോടുകൂടി തന്നെ ഏറെക്കുറെ ഇതൊരു നിയന്ത്രണത്തിലാകും നിപ്പ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിനു മുൻപ് 2 മാസം മുൻപ് ചെമ്പ്രശ്ശേരിയിൽ 14 വയസ്സുകാരനെ നിപ്പ ബാധിച്ചിരുന്നു. അത് നിയന്ത്രണത്തിലാക്കാൻ അതിവേഗം തന്നെ ആരോഗ്യവകുപ്പിന് കഴിയുകയും ചെയ്തിരുന്നു. അന്ന് നടത്തിയിരുന്ന അതേ പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരു പരിശോധനയും അത് മുന്നോട്ട് കൊണ്ടുപോകലുമാണ് ഇപ്രാവശ്യവും നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫീവർ സർവേ നടത്തുന്നത്. ചെറിയ തോതിലുള്ള പനി കണ്ടാൽ പോലും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക, അതിന് കൃത്യമായ മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. SK.